ജന്മന ഒരു കാലിന് ശേഷിയില്ലാത്ത റിസ്വാനയുടെ വീട്ടിലേക്ക് ഒരു റോഡ് എന്ന സ്വപ്നത്തിന് ഇനി മുട്ടാൻ വാതിലുകളില്ല. പീരക്കാംതടം കൈരളി നഗറിലെ പുത്തൂർ റോഡിൽ താമസിക്കുന്ന മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി റിസ്വാനയും കുടുംബവുമാണ് വീട്ടിലേക്ക് ഒരു റോഡ് അനുവദിച്ചു കിട്ടാൻ അധികൃതരുടെ കനിവ് തേടുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ പീരക്കാംതടം കൈരളി നഗറിലെ പുത്തൂർ റോഡിലാണ് റിസ്വാനയും കുടുംബവും താമസിക്കുന്നത്. വീട് മെയിൻ റോഡിൽ നിന്ന് അല്പം അകലെയായതിനാൽ തന്നെ ജന്മന കാലിന് അസുഖം ബാധിച്ച റിസ്വാന വളരെ ബുദ്ധിമുട്ടിയാണ് നടന്ന് റോഡിലെത്തുന്നത്. കട്ട് റോഡായതിനാൽ പല ടാക്സി വാഹനങ്ങളും ഇതുവഴി വരാറില്ല. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നതിനായി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് റിസ്വാന. വീട്ടിലേക്ക് സ്കൂൾ ബസ് എത്താത്തതുകൊണ്ട് തന്നെ നടന്നു തന്നെയാണ് റിസ്വാന സ്കൂൾ ബസ് കയറാനും പോകാറ്. മറ്റു കുട്ടികളെല്ലാവരും രാവിലെ ഉന്മേഷത്തോടെ സ്കൂളിലെത്തുമ്പോൾ റിസ്വാന നടന്ന് പലവട്ടം വീണും തളർന്നും പരിക്കുപറ്റിയുമാണ് സ്കൂളിലെത്താറ്. ഇപ്പോൾ +1 മാടായി സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് സ്കൂൾ തുറന്നാൽ പിന്നെ എനിക്ക് ഈ റോഡിൽ പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. സ്കൂളിലെത്തുമ്പം ഞാൻ വീണിട്ടെല്ലാണ് സ്കൂളിലെത്തണത്. അപ്പോൾ ക്ഷീണിച്ച് എല്ലാവരും രാവിലെ ഫ്രഷായിട്ടാണ് സ്കൂളിലെത്തണത്. ഞാൻ ക്ഷീണിച്ച് തളർന്നാണ് സ്കൂളിലെത്തണത്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. അവിടെ ഇരുന്ന് സ്കൂളിലൊക്കെ ഇരുന്ന് പഠിക്കാനും ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. വീണിട്ട് കാലൊക്കെ വേദന എടുക്കും. ചെറുതാഴം പഞ്ചായത്ത് അധികൃതരോട് റോഡ് നവീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് കാലങ്ങളായെങ്കിലും ഇതുവരെയായും ഇത് നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ കോവിഡ് കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴെങ്കിലും റോഡ് പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കാമെന്നാണ് അധികൃതരുടെ വാദം. കഴിഞ്ഞ വർഷം ഇവരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഞാനിങ്ങനെ ഈ റോഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രസിഡൻ്റാണ് പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് റോഡ് ശരിയാക്കി തരാമെന്ന്. ഇപ്പോൾ ചോദിച്ചേരം പറഞ്ഞ് റോഡിനെല്ലാം ശരിയായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ശരിയാക്കി തരും. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ മെയിൻ റോഡിലേക്ക് എത്തണം നടന്നിട്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2-3 വീഴലും അവൾ വീണിരിക്കും. റോഡ് എന്തായാലും പെട്ടെന്നൊന്ന് ശരിയാക്കി തരണം. അവൾ സ്കൂള് തുറക്കാനായി. അപ്പോൾ നടന്നിട്ട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം പറയുന്നത് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ച സമയത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞതാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ചെറുപ്രായത്തിലെ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റിസ്വാനയ്ക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും വീട്ടിലേക്കെത്താനുള്ള റോഡ് അനുവദിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് റിസ്വാനയും കുടുംബവും. ന്യൂസ് ബ്യൂറോ, പിലാത്ര.